റെജി ലൂക്കോസ് പോയല്ലോ. റെജി ലൂക്കോസ് പോകുകയെന്ന് വെച്ചാൽ റെജി ലൂക്കോസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടൊരു ഹൃദയബന്ധവും ഉണ്ടായിരുന്നില്ല, ഒരു ആഴവും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഇനി അദ്ദേഹത്തെ നമ്മൾ CPM-കാരൻ പോയല്ലോ എന്നുള്ള വേദന ഒന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ CPM ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വേറെ എന്തൊക്കെയോ കാരണങ്ങളാൽ CPM-ന് വേണ്ടി വർത്തമാനം പറയുന്ന ഒരാൾ പ്രത്യക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ CPM ആലോചിക്കേണ്ട ഒരു മർമ്മപ്രധാനമായ സംഗതിയുണ്ട്. ഈ നാട്ടിൽ CPM-കാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? CPM-കാരാണ്, ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റീസായി നടക്കുകയും നിങ്ങളുടെ ആളുകൾ വാഴ്ത്തിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ആരാണ്? അവരെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായത്? അവരെന്നാണ് LDF-ൻ്റെ ഭാഗമായത്? എന്നാണ് ഈ കൂടാരത്തിൽ അവർ വന്നു കയറിയത്? ആലോചിക്കേണ്ട കാര്യമാണ്. നോക്കൂ, ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് CPM-ൻ്റെ ആളാകണമെങ്കിൽ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രവാചകനാകണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ വന്ന് പിണറായി വിജയനും സർക്കാരിനെയും പുകഴ്ത്തി 3 പോസ്റ്റ് ഇട്ടാൽ മതി. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ജാഗ്രതയും ഇല്ലാതെ നിങ്ങളെ ആരുമെന്ന് ആഘോഷിക്കും? ഈ CPM-ൻ്റെ സൈബർ സ്പേസ് ആഘോഷിക്കും. പിന്നെ നിങ്ങളെ പിന്നെ 64-ലെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങി വന്ന ആൾ എന്ന മട്ടിലാണ് അവർ കാണുക. അങ്ങനെ ആകാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘമായി ഈ സൈബർ ലെഫ്റ്റ് സ്പേസ് മാറിയിട്ടുണ്ട്. എത്ര പേരെ നമുക്കറിയാൻ പറ്റും? അങ്ങനെ റവന്യൂ ഉണ്ടാക്കുന്നവരെ പോലും അറിയാം. അപ്പോൾ ഞാൻ CPM ആണെന്ന് പറഞ്ഞ് CPM-ന് വേണ്ടി വർത്തമാനം പറയുക, CPM-ന് വേണ്ടി വർത്തമാനം പറയുമ്പോൾ CPM-ൻ്റെ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്ത് വർത്തമാനം പറയുക. അവർക്ക് ലെഫ്റ്റ് പൊളിറ്റിക്സ് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അതിനുള്ള ആഴം അവർക്കില്ല. ഇടതുപക്ഷം എന്താണെന്നും ഇടതുപക്ഷത്തിൻ്റെ ചരിത്രം എന്താണെന്നും അത് നിലകൊള്ളുന്നത് ഏത് സാമൂഹ്യ രാഷ്ട്രീയ ആശയത്തിന് വേണ്ടിയാണെന്നും പറയാൻ അവർക്കറിയില്ല. അവർ പിണറായി വിജയന് വേണ്ടി സംസാരിക്കും, അവർ വീണ വിജയന് വേണ്ടി സംസാരിക്കും, അവർ ഏതെങ്കിലും മന്ത്രിമാർക്ക് വേണ്ടി സംസാരിക്കും. ലെഫ്റ്റിൻ്റെ സർക്കാരിനെ സംരക്ഷിക്കുന്ന വർത്താനം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അവർ കൊടിയ പകയോടുകൂടി ലെഫ്റ്റ് ഇപ്പോൾ ശത്രുക്കളാക്കിയിരിക്കുന്ന ആളുകളെ ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഫൈനലി അവരുടെ സ്വാർത്ഥ രാഷ്ട്രീയം അതിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കടത്തിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെതാവാം, സാമ്പത്തിക താല്പര്യത്തിൻ്റെതാവാം, മറ്റു തരത്തിലുള്ള സ്വാർത്ഥമായ വ്യക്തിപരമായ ലക്ഷ്യങ്ങളുടേതാവാം. അത് അവസാനം എവിടെ ചെന്ന് അവസാനിക്കുമെന്നതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഈ പറയുന്ന റെജി ലൂക്കോസിന് ഇടതുപക്ഷത്തിലുണ്ടായിരുന്ന താല്പര്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ആളായിട്ട് അദ്ദേഹം TV-യിലും ഒക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ലെഫ്റ്റാണ്. അതിൻ്റെ ഏതൊക്കെ ആനുകൂല്യങ്ങൾ അദ്ദേഹം എവിടെയൊക്കെ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അദ്ദേഹം ഇവിടെ പോകേണ്ട കാരണം ഏതൊക്കെ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് പോയെന്നറിയില്ല. പക്ഷേ ഈ നിൽക്കുകയും നിങ്ങൾ കൊണ്ടാടുകയും ചെയ്യുന്ന മനുഷ്യരൊക്കെ ഇടയ്ക്ക് ലെഫ്റ്റാണോ? അവർക്കൊക്കെ ലെഫ്റ്റിൻ്റെ അടിസ്ഥാന താല്പര്യങ്ങളായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ആലോചിക്കാനും, അങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെയെല്ലാം കൊണ്ടാടാനല്ല CPM-ൻ്റെ പണി എന്ന് അണികളെയും കൂടെ നിൽക്കുന്നവരെയും പഠിപ്പിക്കാൻ പാർട്ടിക്ക് പറ്റണം.